എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലെ ഓണം സീരീസിലേക്ക് സ്വാഗതം. ഞാൻ മീനു. ഓണസദ്യയിൽ തന്നെ കെങ്കേമനായ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. പഴം ഉപയോഗിച്ച് നമുക്കൊരു പായസം തയ്യാറാക്കി നോക്കിയാലോ? നല്ല പഴുത്ത ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാം. പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ? ഞാനിവിടെ 5 ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇടത്തരം സൈസ് ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ വലുതാണെങ്കിൽ 4 എണ്ണം മതി. ഇനി ഇതൊന്ന് പുഴുങ്ങാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പച്ചമ്പിലേക്ക് ഇത് പകുതി മുറിച്ച് ഞാനൊന്ന് പുഴുങ്ങാൻ വയ്ക്കുകയാണ്. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായി ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 400 ഗ്രാം ശർക്കര എടുക്കണം. ഇതിലേക്ക് ഒരു 100 ml വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ചുകൂടെ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര നന്നായി ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിലിട്ടാണ് ഇത് ഉരുക്കിയെടുക്കുന്നത്. ശർക്കര ഉരുക്കുമ്പോൾ അത് ജസ്റ്റ് ഉരുകി വന്നാൽ മാത്രം മതി, അല്ലാതെ അത് നൂൽപ്പരുവം ആകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഇത് നന്നായി തിളച്ച് അത്യാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ അലുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി ഉരുകിയ സ്റ്റേജാണ്. നമുക്ക് ഈ ഒരു പരുവാണ് ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏത്തയ്ക്ക ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായി ഏത്തയ്ക്കയുടെ തൊലിയും നാരും കളഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് എടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് പരുവം ആകണമെന്ന് നിർബന്ധമില്ല. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വെള്ളം ചേർക്കാത്തത്. ഇനി ആ ഒരു പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. നല്ല സ്മൂത്ത് പേസ്റ്റ് കിട്ടും. വെള്ളം ചേർക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രഥമൻ കഴിക്കുമ്പോൾ കുറച്ച് കടിക്കാനായിട്ട് കിട്ടും. ഇനി ഒരു വലിയ പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നട്ട്സും കിസ്മിസും തേങ്ങാക്കൊത്തും വറുത്തെടുക്കാം. അതിനായി ആദ്യമേ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവുകളൊന്നും സ്പെഷ്യലായിട്ട് പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അടുത്ത ഇനി കിസ്മിസ് ഇടുവാണ്. നല്ല വീർത്ത് വരുന്ന പരുവമാകുമ്പോൾ നമ്മളത് വറുത്ത് കോരി എടുക്കുവാണ്. ഇനി അടുത്തത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഇതും അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ അല്ലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതും ഇപ്പോൾ ഈ ഒരു കളർ ആയിട്ടുണ്ട്. അപ്പം നമുക്കത് കോരി മാറ്റാം. ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ പ്രഥമനം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏത്തയ്ക്ക അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടി അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് തയ്യാറാക്കുന്നത്. നെയ്ക്കകത്ത് ഈ പഴം കുറച്ചുകൂടെ വരട്ടിയെടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇത് നല്ല തിക്ക് പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വരട്ടിയെടുക്കുന്നില്ല. ഞാനിത് ശർക്കരപ്പാനിയും കൂടെ ചേർത്താണ് വരട്ടുന്നത്. കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇത് നന്നായി ഇളക്കി നന്നായി വരട്ടിയെടുക്കണം. ആദ്യം നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിലും അത്ര പ്രശ്നമില്ല. ഒരു തിള വന്നു കഴിയുമ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇത് നന്നായി ഇളക്കി നന്നായി വരട്ടിയെടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല പഴുത്ത ഏത്തയ്ക്കയാണെങ്കിലാണ് ഇത് ഈ പ്രഥമന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയ പുളിപ്പ് പോലെയൊക്കെ നമുക്ക് വരും. അപ്പോൾ ഇതിൽ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായി ഇളക്കി നന്നായി കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് 2ാം പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും അത്യാവശ്യം നന്നായി ഇളക്കി നന്നായി കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ നന്നായി ഇളക്കി നന്നായി കുറുക്കിയെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1ാം പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാല് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.